ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ട്രാവലാട്ടോ. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്ഥലം മനസ്സിലായത്. തെങ്കാശി. ഒരിക്കലെങ്കിലും നമ്മൾ പോയിരിക്കേണ്ട ഒരു സ്ഥലമാട്ടോ തെങ്കാശി എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ട്രാവൽ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. ഞാൻ മോൾ മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും ആയിട്ടാണ് പോകുന്നത്. സോ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകാൻ എളുപ്പമാണ്. ഒരു 1-2 മണിക്കൂറൊക്കെ ഉള്ളൂ പോയിട്ട്, 2-2.5 മണിക്കൂറൊക്കെ ഉള്ളൂ പോയിട്ട് വരാനായിട്ട്. സോ പോയതെല്ലാം നമ്മൾ മറ്റേ കുളത്തൂപ്പുഴ റൂട്ടാണ് പോകുന്നത്. കാരണം നല്ല നല്ല വഴിയാണ് ആ വഴി പോകുന്നതെല്ലാം. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തെന്നല്ല, അൺപ്ലാൻഡ് ട്രിപ്പൊക്കെ ആയിരുന്നു. നമ്മൾ കൂട്ടുകാരൻ പെട്ടെന്ന് വണ്ടിയായിട്ട് വന്നു, അങ്ങനെ കയറി പോയതാ കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ച ഒരു ട്രിപ്പൊന്നും അല്ല, പ്ലാൻ ചെയ്ത സാധനമൊന്നുമല്ല. സോ പോകുന്ന വഴിയിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് കുളത്തൂപ്പുഴ എത്തുന്നതിന് മുന്നേ ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പഴയ രീതിയിലുള്ളൊരു ചായക്കട. അവിടെ കയറി ചായയൊക്കെ കുടിച്ചു. പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ചെറിയൊരു മഴയായിട്ട് തുടങ്ങിയതാണ്. പിന്നെ അങ്ങോട്ട് കുളത്തൂപ്പുഴയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നോക്കേ വേണ്ട, ഭയങ്കര പെരും മഴ. നല്ല പേടിച്ചോട്ടോ. നമ്മൾ കാറിലാണ് പോയെങ്കിലും നല്ല അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ അവിടെ സാധാരണ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല മഴ കുറച്ചുകൂടി ഇങ്ങോട്ട് ഈ ഏരിയയിൽ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ അനുഭവിക്കുന്നത്. പിന്നെ ഇതൊക്കെയാട്ടോ നമ്മുടെ ഫ്രണ്ട്സ്. അനന്തുണ്ട്, ശരത്ത്, ആഷിക്ക്, പിന്നെ ശരത്തിൻ്റെ വൈഫുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കൂട്ടുകാർ. നമ്മളിപ്പോൾ സാധാരണ പോകുന്നിടത്തെല്ലാം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പോവാറിപ്പം. പിന്നെ പോകുന്ന വഴിയിലാണ് ഇതാണ്ട് ഈ ഒരു വെള്ളച്ചാട്ടം കാണുന്നത്. അത് നല്ല രസമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, തെന്മല റൂട്ടാണ്, അത്യാവശ്യം നല്ല റോഡാണ്, അത്യാവശ്യം നല്ല വ്യൂ ഉള്ളതുമാണ്. അപ്പം പോകുന്നവർ എന്തായാലും ഈ വഴി തന്നെ പോകാൻ നോക്കുക. അടിപൊളിയാണ്. ട്രാവൽ ചെയ്യാനാണെങ്കിലും ഡ്രൈവ് ചെയ്യാനാണെങ്കിലും അത്യാവശ്യം നല്ല റൂട്ടാണ്. പിന്നെ മഴയും കൂടെ ഉണ്ടെങ്കിൽ പറയേ വേണ്ട, നല്ല കട്ട തണുപ്പുമാണ്. ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു 12 മണിയൊക്കെ ആയിട്ടോ. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് ആ ഒരു ഇതിലെത്തിയത്. പക്ഷെ ഉച്ചയാണെന്ന് നല്ല വെയിലൊന്നും തോന്നിയില്ല. നല്ല കട്ട മഴ ആയതുകൊണ്ട് അതിൻ്റെ ഫീലൊന്നും അറിഞ്ഞില്ല. പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ തെന്മല റോഡിലാണ്. അപ്പോൾ തെന്മല പോകുമ്പോഴാണ് ഈ തെന്മല ഈ ട്രെയിൻ പോകുന്ന പാലം കാണുന്നത്. അടിപൊളിയാണ്. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിലും അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. പിന്നെ മുകളിലൊന്നും കയറില്ല, നമ്മൾ കാറിൽ തന്നെ ആയതുകൊണ്ട് കാറിൽ നിന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ട് ആ വഴി അങ്ങ് പോയി. രസമാണ്. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല വ്യൂസുള്ള സ്ഥലമാണ്. പിന്നെ ഇടയ്ക്കൊരു സ്ഥലം കണ്ടു കേട്ടോ, നമ്മൾ പോകുന്ന വഴിക്ക്. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞ് അരുവി കണക്കത്തെ സംഭവമാണ്, പക്ഷേ കൊള്ളാം. മഴയാണെങ്കിൽ ഒന്നും നോക്കാതെ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി അവിടെ ചെന്നു. അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയിരുന്നപ്പോഴത്തേക്കാണ് വീണ്ടും നല്ല പെരും മഴയായിരുന്നു. ഇങ്ങനെ മഴയെല്ലാം കൊണ്ട് ഒരു കുട എടുത്തിട്ടുള്ളതുകൊണ്ട് വല്ലാണ്ട് നനഞ്ഞില്ല, എന്നാലും നനഞ്ഞ് കയറി. നമ്മൾ ഈ തെങ്കാശി റൂട്ടിൽ കുറേ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുണ്ടാകും കേട്ടോ. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ നോക്കുക. കുറേ സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ പോകുന്ന വഴിയിൽ പതിയെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പം അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി, എല്ലാവരുമായിട്ടൊന്ന് ഇറങ്ങി സന്തോഷമായിട്ടിരിക്കുക. നല്ലൊരു വൈബായിരിക്കും. കാരണം മഴയും കൂടെ ഉള്ളതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, അടിപൊളിയായിരുന്നു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ വീണ്ടും ഇറങ്ങി. നമ്മുടെ കൂട്ടുകാരൻ തന്നെ കേട്ടോ വണ്ടി ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ഇടയ്ക്കൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു ചായ കുടിക്കാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. പിന്നെ അവിടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം മഴയൊക്കെ കുറഞ്ഞു, ക്ലൈമറ്റ് മാറി. തണുപ്പ് തന്നെയാണ്, പക്ഷേ കൊള്ളായിരുന്നു. പിന്നെ പോകുന്ന വഴിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അറിയാമല്ലോ, കുരങ്ങൻ ചേട്ടന്മാരാ. അപ്പോൾ അവന്മാരെയൊക്കെ കണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത്. അവന്മാർ ഭയങ്കര കുട്ടികളാട്ടോ. നമ്മൾ ഫോണൊന്നും നോക്കിയില്ലെങ്കിൽ അവന്മാർ അടിച്ചോണ്ട് പോയിക്കളയും, അല്ലെങ്കിൽ കയറി ചാടിക്കളയും അവന്മാർ. അതുകൊണ്ട് അവന്മാരെ സൂക്ഷിക്കണം. നമ്മളൊന്നും ഫുഡൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇട്ട് കൊടുത്താൽ അവന്മാർ കയറി ചാടി പിടിച്ചെടുത്തോണ്ട് പോകും. അപ്പോൾ തെങ്കാശി എത്തിയതെന്ന് തെങ്കാശിയുടെ വ്യൂ എന്ന് പറയുന്നത് ഒരു അടിപൊളി വ്യൂ ആണ്. അപ്പം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പോകേണ്ട സ്ഥലങ്ങളാണ് തെങ്കാശി എന്ന് പറയുന്നത്. അതൊരു കണ്ട് തന്നെ ആസ്വദിക്കേണ്ട ഒരു സാധനമാണ് തെങ്കാശി. ആ ഒരു മലനിരകളും പാടങ്ങളും അവിടുത്തെ ആൾക്കാരും അടിപൊളിയാണ്, നല്ല രസമാണ്. ആ വഴി പോകുന്നത് തന്നെ ഒരു കാണാൻ നല്ല രസമാണ്. അപ്പം നമ്മൾ ആ ഇടയ്ക്ക് നിർത്തിയിട്ട് ആ പാടത്തിൻ്റെ അവിടെ ഇപ്പം കൃഷിയൊന്നുമില്ല, പക്ഷേ ആ സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും. അവിടെ കുഴപ്പമൊന്നുമില്ല ഇറങ്ങുന്നതിന്. അപ്പോൾ ആ
ഇറങ്ങി നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു. കാരണം ആ വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ക്ലൈമറ്റുമാണ്. നമ്മുടെ കണക്ക് ചൂടൊന്നുമല്ല, നല്ല തണുപ്പൊരു തണുത്ത കാറ്റ്, എപ്പോഴും കാറ്റാണല്ലോ അവിടെ, പോയിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ പോയിട്ടില്ലാത്തവരെന്തായാലും ആ വഴി പോകണം. അടിപൊളിയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും പോകുന്നവർക്ക്. കാരണം അത്രയും അടിപൊളി സ്ഥലമാണ് തെങ്കാശി എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഒരു വട്ടമല്ല 2-3 വട്ടമായി ഇപ്പോൾ അവിടെ പോയിട്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് തെങ്കാശി. പിന്നെ ഒരു കാരണം വെച്ചാൽ ആ വഴി പോകുമ്പോഴത്തേക്ക് കുറേ നൊങ്ക് ചേട്ടന്മാരുണ്ടാവും, ജ്യൂസ് അത് വാങ്ങിച്ച് കുടിച്ച് നല്ലതാണ് കേട്ടോ. നമുക്ക് കഴിക്കാത്തവർ കഴിച്ചാൽ നല്ലതാണ്, ചിലർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെട്ട്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ നെൽപ്പാടങ്ങളും ആ മലയുടെ ഒരു വ്യൂസുമാണ്. അത് ഭയങ്കര ഒരു അടിപൊളിയാണ്. പിന്നെ ആ പോകുന്ന വഴി തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ, ഇങ്ങനെ ലൈക്ക് ഒഴിഞ്ഞൊഴിഞ്ഞ സ്ഥലങ്ങൾ, മറ്റേ ഈ പശുവിനെ വളർത്തുന്ന സ്ഥലങ്ങളും അടിപൊളി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക. നല്ലതായിരിക്കും, അടിപൊളിയായിരിക്കും, നല്ല രസമായിരിക്കും. സത്യം പറഞ്ഞാൽ തെങ്കാശിയിലോട്ട് പോകുന്നതാണെങ്കിലും നമ്മൾ വിചാരിച്ച എല്ലാവരും തെങ്കാശി പോകണം എന്നുള്ള ഒരു പ്ലാനിലാണ് വന്നത് കേട്ടോ. പക്ഷേ നമ്മുടെ കൂട്ടുകാരൻ്റെ പ്ലാൻ അതല്ലായിരുന്നു. തിരുമല കോവിൽ എന്നുള്ള അമ്പലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാരണം ഈ ഒരു അമ്പലം ഷൂട്ട് ചെയ്തത്, ഈ ഫേമസ് ആവുന്നത് തന്നെ നമ്മുടെ പുഷ്പ ഷൂട്ട് ചെയ്യപ്പോഴാണ് ഈ ഒരു അമ്പലം ഫേമസ് ആവുന്നത്. സോ ആ ഒരു ക്ഷേത്രത്തിലേക്കായിരുന്നു ഇവൻ്റെ ഒരു പ്ലാൻ. അത് പറഞ്ഞിട്ടൊന്നുമില്ല, നമുക്ക് സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ തെങ്കാശി കഴിഞ്ഞ് നേരെ വിട്ടാൽ മതി, ആ സ്ട്രൈറ്റ് റോഡ് തന്നെയാണ്. അപ്പം കുറച്ച് ദൂരമുണ്ട്, അത്യാവശ്യം ദൂരമുണ്ട് തിരുമലക്കോവിൽ എന്ന അമ്പലത്തിൽ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ നേരെ തിരുമലക്കോവിൽ അമ്പലത്തിലോട് വിട്ടു. അടിപൊളിയാണ്, നല്ലൊരു ഏറ്റവും മലയുടെ ഒരു മുകളിലാണ് ഈ അമ്പലം നോക്കുന്നത്. അടിപൊളിയാണ്, നല്ല അത്യാവശ്യം നല്ല ഇതാണ്. നമ്മളൊരു വൈകിട്ടത്തോടെ എത്തിയത്, അടിപൊളിയായിരുന്നു. നമ്മളെല്ലാവരും അകത്ത് കയറി. അത്യാവശ്യം ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് താഴെ വണ്ടി ഇടാം, കുറച്ച് ഒരു മുകളിൽ വരെ വണ്ടി ഇടാം. നമ്മൾ താഴെ വണ്ടി ഇട്ടിട്ടാണ് അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി തന്നെയാണ് മുകളിലെത്തിയത്. അതിൻ്റെ ചുറ്റും ഫുള്ള് കറയും കാണുന്ന നല്ല രസമായിരിക്കും. കാരണം അത്യാവശ്യം നല്ല വ്യൂസും കുളവും അവിടെ നിന്ന് നോക്കുന്ന വ്യൂസും എല്ലാം അടിപൊളിയാണ്. അത് പറഞ്ഞു തന്നാൽ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. പക്ഷേ നിങ്ങൾ പോയി അനുഭവിക്കുക. നിങ്ങളെന്തായാലും പോവുക, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വ്യൂസും ഒരു സമാധാനവും എല്ലാം അവിടെ കിട്ടും, അത് ഉറപ്പാണ്. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ സ്ഥിരം പരിപാടിയായ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പോയിട്ടില്ലാത്തവരെന്തായാലും അവിടെ പോവുക, കാരണം ഒരിക്കലെങ്കിലും പോകാൻ പറ്റിയത് നല്ലൊരു സമാധാനമുള്ളൊരു അമ്പലമാണ്. നമുക്കൊട്ടും പ്ലാനല്ലായിരുന്നു, പക്ഷെ നമ്മൾ പോയി. എനിക്ക് ഒന്നുകൂടെ പോകണമെന്ന് തോന്നിയൊരു സ്ഥലമാണ് അവിടെ. ഒന്നുകൂടെ ഞാൻ പോവും, ഞാനും ആളും ഒരുമിച്ച് ഒന്നുകൂടെ പോവും. നിങ്ങളെന്തായാലും പോവുക, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വ്യൂസും ഒരു സമാധാനവും എല്ലാം അവിടെ കിട്ടും, അത് ഉറപ്പാണ്. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ സ്ഥിരം പരിപാടിയായ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പോയിട്ടില്ലാത്തവരെന്തായാലും അവിടെ പോവുക, കാരണം ഒരിക്കലെങ്കിലും പോകാൻ പറ്റിയത് നല്ലൊരു സമാധാനമുള്ളൊരു അമ്പലമാണ്. നമുക്കൊട്ടും പ്ലാനല്ലായിരുന്നു, പക്ഷെ നമ്മൾ പോയി. എനിക്ക് ഒന്നുകൂടെ പോകണമെന്ന് തോന്നിയൊരു സ്ഥലമാണ് അവിടെ. ഒന്നുകൂടെ ഞാൻ പോവും, ഞാനും ആളും ഒരുമിച്ച് ഒന്നുകൂടെ പോവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് അവിടെ ഒരു ഫേമസ് ഒരു കടയുണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടോണ്ടായിരിക്കും, ബോർഡർ ചിക്കൻ എന്ന് പറഞ്ഞ സാധനം. ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല, നമ്മുടെ കൂട്ടുകാരൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനാണ് വിളിച്ചുകൊണ്ട് പോകണം കേട്ടോ. അങ്ങനെ നേരെ അവന് വിട്ടത് അവിടുത്തെ ബോർഡർ ചിക്കനിലോട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ കടയുടെ പേര് റഹ്മത്തോ അങ്ങനെ കണ്ടാണല്ലോ, റഹ്മത്ത് പൊറോട്ട സ്റ്റോളോ അങ്ങനെയാണ് കടയുടെ പേര്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. പക്ഷേ ആളും ഇഷ്ടപ്പെട്ടില്ല. കാരണം അതൊരു നമ്മുടെ ഒരു ടേസ്റ്റേ അല്ല, പക്ഷെ കൊള്ളാം, അടിപൊളിയാണ്.